എല്ലാവരും മടുത്തോ? അല്ലേ, ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്കറിയാം, ആദ്യം പിള്ളേരെയൊക്കെ സ്കൂളിൽ ചേർക്കുമ്പം അല്ലെ, മിക്കവാറും പിള്ളേർക്ക് ഞങ്ങളുടെയൊക്കെ കാലത്ത് സ്കൂളിൽ പോകാനായിട്ട് ആർക്കും ആഗ്രഹമില്ലായിരുന്നു. ചെറുപ്പം തൊട്ട് അപ്പൻ്റെ അമ്മയുടെ കൂടെ കളിച്ച് ചിരിച്ച് ഇങ്ങനെ നടന്നതിന് ശേഷം സ്കൂളിൽ കൊണ്ടുപോകുമ്പം നിലവിളിച്ചോണ്ടാണ് പോകുന്നത്. ചിലർ വടിയൊക്കെ എടുത്ത് അടിച്ച് ബലം പ്രയോഗിച്ചൊക്കെ കൊണ്ടുപോകുന്നത്. കുറേ ദിവസങ്ങൾക്ക് ശേഷമേ ആ സ്കൂളിൻ്റെ ഒരു മൂഡിലോട്ട് അവർ വരത്തുള്ളൂ, സുമനസാലെ പോവുള്ളൂ. അതുവരെ നിർബന്ധം ഉണ്ട്. ശൈശവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആത്മീയമായിട്ട് ഇതൊരു യാഥാർത്ഥ്യമാണ്. എഫെസ്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, എഫെസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. മതി. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്തിനു വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തെന്നാ പറഞ്ഞിരിക്കുന്നത്? നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും. ഇനി അതിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മതി. അതിൻ്റെ അർത്ഥം എന്താ? 1-4 പറഞ്ഞിരിക്കുന്നത് നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാണ് നമ്മളെ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞിട്ട് തുടർന്ന് 18-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യം എന്താ? അവൻ്റെ വിളിയാലുള്ള ആശ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്തിനാണ് നമ്മളെ വിളിച്ചതെന്നുള്ളതിനെ കുറിച്ചാണ് 1-4 പറഞ്ഞിരിക്കുന്നത്, അല്ലേ? വളരെ വ്യക്തമായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാണ് നമ്മളെ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞിട്ട് വീണ്ടും 18-ാം വാക്യത്തിൽ ലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, അവിടെ നമ്മൾ വായിച്ചത് അവൻ്റെ വിളിയാലുള്ള ആശ എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനു വേണ്ടിയിട്ടാണ് അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്? അത് തമ്മിൽ എന്തോ ഒരു പൊരുത്തക്കേട് തോന്നുന്നില്ലേ? എന്തിനാ നമ്മളെ വിളിച്ചതെന്ന് പറഞ്ഞു 1-4, അല്ലേ? നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകണേ നമ്മളെ വിളിച്ച്. വീണ്ടും 18-ാം വാക്യത്തിൽ പറയാണ് എന്തിനാ നമ്മളെ വിളിച്ചതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? എന്തിനാ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്തിനാ നമ്മളെ വിളിച്ചതെന്ന് നമ്മൾ അറിയണമെന്ന് പറയാൻ കാരണം എന്താ? എന്താ അങ്ങനെ പറയാൻ കാര്യം? ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, നമുക്കും ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരറിവുണ്ട്. പക്ഷെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് അറിവില്ല. പൊതുവിൽ നമുക്കറിയാം എന്തിനാ നമ്മളെ വിളിച്ചേ. പക്ഷേ നമ്മുടെ പരീക്ഷകളുടെ സ്ഥാനത്താണ് ഈ ആശ നമ്മൾ അറിയേണ്ടത്. യൂദയുടെ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. യൂദയുടെ ലേഖനം അതിൻ്റെ 24-ാം വാക്യത്തിൽ, യൂദയുടെ ലേഖനം 24-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധാനത്തിൽ കളങ്കമില്ലാത്തവരായി. അപ്പോൾ ഈ വീഴുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വീഴാതെ വണ്ണം സൂക്ഷിക്കുക എന്ന് പറഞ്ഞപ്പം എന്താ അതിൻ്റെ അർത്ഥം? എങ്ങോട്ട് വീഴും? അല്ല, ഇന്ന് നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കാട് രക്ഷിക്കപ്പെട്ടു, പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ അപ്പോസ്തലൻ പറയുന്നത് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്? നമ്മൾ എങ്ങോട്ട് വീഴുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ വിളിയുടെ ആശ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും ആകാനുള്ള ഒരു യാത്രയിൽ നാം വീണ് നശിച്ചു പോകാതെ നടക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു ആന്തരിക ദർശനം നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പം തിയറിയിൽ നമ്മൾ പല കാര്യങ്ങളും പഠിക്കാറുണ്ട്, അല്ലേ? സ്കൂളുകളിലൊക്കെ തിയറി പല കാര്യങ്ങളും പഠിക്കാറുണ്ട്, ഇല്ലേ? വെള്ളം, അതിൻ്റെ എന്താ അതിൻ്റെ സൂത്രവാക്യം? H2O, ഇല്ലേ? H2O, അത് നമുക്കറിയാം. പക്ഷെ ആ തിയറി വെച്ച് നമുക്ക് വെള്ളം ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്കുണ്ടാക്കാൻ പറ്റുമോ? നമുക്കതിൻ്റെ തിയറി അറിയാം,
പക്ഷെ നമുക്ക് നിർമ്മിക്കാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞ പോലെ എഫേസ്യർ 1:4 പറഞ്ഞിരിക്കുന്നത്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരാകേണ്ടതിന് നമ്മളെ വിളിച്ചെന്ന് നമുക്കതിൻ്റെ തിയറി അറിയാം, പക്ഷേ അതിൻ്റെ പ്രായോഗിക കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. അറിയാവോ? അറിയത്തില്ല എന്നുള്ള കാര്യം സത്യം. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നാൽ മാത്രമേ, ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ടേ ആ സത്യം നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. 1:17 പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദർശനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ നൽകണം. ദർശനം എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ഈ പെന്തക്കോസ്ത് സ്ഥലത്തിലൊക്കെ ദർശനം എന്ന് പറയുന്ന ഉടനെ സ്വപ്നം കാണുന്നതിനെക്കുറിച്ചും ഇങ്ങനെ എന്തോ വെളിപ്പാട്, ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊക്കെയോ കാണുന്നതിനെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദർശനം അതല്ല. ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നിട്ട് നമ്മളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം നമ്മൾ കാണണം. അതെപ്പോഴാണ് നമ്മൾ കാണണ്ടേ? നമ്മൾ വിശുദ്ധരാകാനായിട്ടാണ് നമ്മളെ വിളിച്ചതെന്ന് 1:4 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പരീക്ഷ, അശുദ്ധനാകാനുള്ള ഒരു പരീക്ഷ വരുന്നിടത്താണ് നമ്മുടെ ആ ഒരു ദർശനം നമ്മുടെ ഉള്ളിൽ വേണ്ടത്. എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനാ? അശുദ്ധനാകാനല്ല, വിശുദ്ധനാകാനാണ്. അപ്പം നമ്മളെ അശുദ്ധരാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? എന്താ നമ്മളെ അശുദ്ധരാക്കുന്നത്? എന്താ ആത്മീയമായിട്ട് നമ്മളെ അശുദ്ധരാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞത്, മനുഷ്യൻ്റെ വയറ്റിലോട്ട് ചെല്ലുന്നതല്ല, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ജഡത്തിൻ്റെ കാര്യങ്ങളാണ്. അപ്പം നമ്മളെ അശുദ്ധരാക്കുന്നത് എന്താ? ജഡത്തിൻ്റെ ഇഷ്ടം, ജഡത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മളെ അശുദ്ധരാക്കുന്നത്. വീഴുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് വീഴുക എന്നാണ് അതിൻ്റെ അർത്ഥം? ജഡത്തിൻ്റെ തലത്തിലേക്ക് വീഴുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് നാൾ മുമ്പ് വിശദമായിട്ട് ചിന്തിച്ചിരുന്നു. വീണ്ടും ജനനം, രക്ഷ, പുതുതായിട്ട് ജനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതെന്താ പ്രായോഗികമായിട്ട് എന്താ സംഭവിക്കുന്നത് നമ്മളുടെ വീണ്ടും ജനിക്കുമ്പം? ആദാമിൽ പാപനിമിത്തം എല്ലാവരും മരിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ആത്മാവിൽ നമ്മൾ മരിച്ചു. അപ്പം ദൈവത്തെ അറിയാനും ദൈവത്തെ അനുഗമിക്കാനും നമ്മളെ സഹായിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലെ ഭാഗമാണ് ആത്മാവ്, അല്ലേ? ആത്മാവ് കൊണ്ടാണ് നമ്മൾ ദൈവത്തെ കാണുന്നതും ഗ്രഹിക്കുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം അനുഭവിക്കുന്നതും എല്ലാം ആത്മാവിലാണ്. പാപനിമിത്തം ആത്മാവിൽ നമ്മൾ മരിച്ചവരായിരുന്നു, മനുഷ്യവർഗം മുഴുവൻ, ആദാമിൻ്റെ സന്തതി മുഴുവൻ. അപ്പം നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്താ ഉണ്ടാകുന്നത്? പാപബോധം വരുന്നില്ലേ? അയ്യോ, ഞാൻ ഒരു പാപിയാണ്, എനിക്ക് രക്ഷയുടെ ആവശ്യമുണ്ട്. ആ ഒരു ബോധം വരുമ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനം കൂടെ നമ്മുടെ ആത്മാവിൽ പരിവർത്തിക്കുന്നതിൻ്റെ അനന്തര ഫലമായിട്ട് നമ്മൾ വീണ്ടും ജനിക്കുന്നു. ദൈവത്തോട് സംസർഗം ഉണ്ടായിരുന്ന ആത്മാവ് ഒരിക്കൽ പാപനിമിത്തം നശിച്ചെങ്കിലും വീണ്ടും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും പരിവർത്തനത്തിന് അനന്തര ഫലമായി ആത്മാവിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നു, വീണ്ടും ജനിക്കുന്നു. നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കുന്നു. നമ്മളങ്ങനെ ആത്മാവിൽ വീണ്ടും ജനിച്ചു. അപ്പം വീണ്ടും ജനിച്ച അങ്ങനെയുള്ളവരോടുള്ള ബന്ധത്തിലാണ് പത്രോസ് 2 നമ്മൾ വായിക്കുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ ഇല്ലേ? അവിടെ 1 പത്രോസ് 2-ാം അധ്യായം നമ്മൾ എന്താ വായിക്കുന്നത്? 1 പത്രോസ് 2:11 വാക്യം, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. അപ്പം വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ജഡത്തെ അനുസരിച്ചാണ് നടന്നത്. എഫേസ്യരിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ജഡത്തിനും മനോവികാരക്കും അനുസരണമായി ചെയ്തുകൊണ്ട് നമ്മൾ പ്രകൃതിയിൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. അപ്പം വീണ്ടും ജനിച്ചതോടുകൂടി നമ്മൾ ജഡവുമായിട്ടുള്ള ബന്ധം എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു, അല്ലേ? ജഡത്തെ അതിൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു, ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചു. ഇപ്പം ഇനിയും നമ്മൾ ആരെ അനുസരിച്ചാണ് നടക്കുന്നത്? ആത്മാവിനെ. നമ്മൾ ജഡത്തെ അനുസരിച്ച് നടന്നൊരു കാലഘട്ടത്തിൽ ജഡവും ദേഹിയും ഒന്നിച്ച, ജഡത്തിലുള്ള എല്ലാ കാര്യവും നമ്മുടെ ദേഹി ഏറ്റെടുക്കും. ദേഹി എന്ന് പറഞ്ഞാൽ നമ്മളതൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, മറന്നുപോയെന്ന് എനിക്കറിയത്തില്ല. ദേഹിയിൽ 3 തലങ്ങളാണ് ഉള്ളത്. നമ്മുടെ ദേഹിയിൽ ഏതൊക്കെയാന്ന് പറയാം? ഉറക്കെ പറഞ്ഞോ. മനസ്സ്, വികാരം, ഇച്ഛ, ഈ 3 ഉള്ളത്. നമ്മുടെ മനസ്സും വികാരവും എല്ലാം ആരുടെ കൂടിയായിരുന്നു? ജഡത്തിൻ്റെ കൂട്ടത്തിലായിരുന്നു, അല്ലേ? ജഡത്തെ അനുസരിച്ച് നമ്മൾ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവിടെ നമ്മൾ വീണ്ടും ജനിക്കുന്നത്. അപ്പം വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചേ?
ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ടാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ പിന്നാലെ പോകാനാണ്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പിന്നെ നമ്മളെ നടത്തേണ്ടത്. നമ്മുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നു. മറ്റേ നമ്മുടെ ആത്മാവിൽ മരിച്ചവരായിരുന്നു, നമ്മൾ ജഡത്തിനും മനോവികാരക്ക് ഇഷ്ടമായതിന് പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. അവിടെ നമ്മളെ വീണ്ടും ജനിപ്പിച്ചു, നമ്മളെ പുതിയ സൃഷ്ടിയാക്കി. കൊരിന്ത്യർ നമ്മൾ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 2 കൊരിന്ത്യർ 5-ൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നൊരു സൃഷ്ടിയായി. മുമ്പ് അവൻ എങ്ങനായിരുന്നു? ജഡത്തിനും മനോവികാരക്കും ഇഷ്ടമായി ചെയ്തുകൊണ്ട് പ്രകൃതിയിൽ കോപത്തിൻ്റെ മകനായ സ്ഥാനത്ത് നിന്ന് ആത്മാവിൻ്റെ തലത്തിലേക്ക് മാറി. അപ്പം ജഡം ആരായി തീർന്നു? നമ്മുടെ ശത്രുവായി തീർന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന. അപ്പം ഈ ജഡത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇനി എന്താ ചെയ്യുന്നത്? ആത്മാവിനെതിരാ. ഈ ജഡത്തിൻ്റെ ഉദ്ദേശം എന്താ? ഈ ആത്മാവിനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയണം. ഈ വീണ്ടും ജനിച്ച നമ്മുടെ ആത്മാവിനെ നശിപ്പിച്ച് കളയണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ജഡത്തിൻ്റെ പിടിയിൽ നിന്നും സാത്താൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരും. ലോകത്തിൻ്റെ ഇപ്പം ദൈവത്തിൻ്റെ മക്കളുടെ ഒരു പ്രത്യേകത എന്താ? നമ്മൾ വീണ്ടും ജനിച്ച് ദൈവമക്കളാകുന്നതോടുകൂടി ലോകം നമ്മുടെ ശത്രുവായിട്ട് മാറുന്നു. അതുവരെ ലോകം നമ്മുടെ ആരായിരുന്നു? മിത്രമായിരുന്നു, അല്ലേ? ലോകം എന്ന് പറയുമ്പോൾ എന്താ? മറന്നുപോയോ? 1 യോഹന്നാൻ 2:15 ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതെല്ലാം ലോകത്തിൽ നിന്നുള്ളതാണ്. അപ്പം നമ്മൾ വീണ്ടും ജനിക്കുന്നതോടുകൂടി ലോകത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. യാക്കോബ് അപ്പോസ്തലൻ എന്താ പറഞ്ഞേ? വ്യഭിചാരിണികളായുള്ളവേ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തിൻ്റെ മിത്രമാകാൻ ഇച്ഛിക്കുന്നവനൊക്കെ ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ജഡത്തിൻ്റെ മിത്രമാകാൻ ഇച്ഛിക്കുന്നവനൊക്കെ ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. നമ്മൾ പലപ്പോഴും ജഡത്തിൻ്റെ മിത്രമാകാറില്ലേ? ഇല്ലേ? നമ്മളെക്കുറിച്ച് പറഞ്ഞ മുമ്പേ നാം എല്ലാവരും നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരം ഇഷ്ടമായ പ്രകൃതിയിൽ കോപത്തിൻ്റെ മക്കളാണെന്നാ. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം നമ്മൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണോ നമ്മളെക്കുറിച്ചുള്ള സത്യം? നമ്മൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുണ്ടോ? പക്ഷെ നമ്മളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നും നമ്മൾ ജഡത്തെ അനുസരിച്ചാണ് നടക്കുന്നത്. അപ്പം ജഡത്തെ അനുസരിച്ച് നടക്കാമെന്ന് പറഞ്ഞത് എന്താ? പ്രായോഗിക തലത്തിൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ഓരോ പരീക്ഷകളിലും നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ദൈവം നമ്മളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലേ? എല്ലാ പരീക്ഷയുടെ ഉദ്ദേശം അതാ. ഭൗതികമായിട്ടുള്ള പരീക്ഷയുടെ ഉദ്ദേശം എന്താ? ഇപ്പം പിള്ളേരൊക്കെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക, അല്ലേ? അതിൻ്റെ ഉദ്ദേശം എന്താ? അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അറിയാം ആരൊക്കെ പഠിച്ചു, ആരൊക്കെ പഠിച്ചില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ദൈവത്തിനറിയാം. പക്ഷെ നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മളെ കാണിക്കാനായിട്ടായി പരീക്ഷകൾ അനുവദിക്കുന്നത്. ആവർത്തന പുസ്തകത്തിൽ അതാ പറഞ്ഞിരിക്കുന്നത്, നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലുള്ളത് അറിയാൻ. ഇപ്പം നമ്മുടെ ഹൃദയത്തിലുള്ളത് പലപ്പോഴും നമുക്ക് അറിയത്തില്ല, അല്ലേ? നമുക്ക് നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളുള്ളവരാ, അല്ല? അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രവർത്തികളെ ന്യായീകരിക്കുന്നത്. ഒരിക്കലും അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലന്റെ നേരെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, കോഴി 2 വട്ടം കൂന്നതിന് മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. എന്തായിരുന്നു പത്രോസ് അപ്പോസ്തലന്റെ മറുപടി? ഞാൻ മരിച്ചാലും നിന്നെ തള്ളിപ്പറയത്തില്ല. ഒരു പടിയൂടെ കടന്നിട്ട് പറഞ്ഞു, ദേ ഇരിക്കുന്നവരുണ്ടല്ലോ എൻ്റെ സഹ അപ്പോസ്തലന്മാർ, ഇവരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഞാൻ പറയത്തില്ല, ഞാൻ നിന്നോടുകൂടെ മരിക്കാനും തയ്യാറാണ്. പക്ഷേ ഒരു പരീക്ഷ കടന്നു വന്നു. ഒരു ബാല്യക്കാരത്തി, ഒരു പെൺകുട്ടി പത്രോസിൻ്റെ അടുത്ത് വന്നിട്ട്, നീയും ഇവരുടെ കൂട്ടത്തിൽ ഉള്ളവനല്ലേ എന്ന് ചോദിച്ചു. എന്താ മറുപടി? ഞാൻ അവനെ അറിയുന്നില്ല. അടുത്ത പടി പ്രാകാനും ആണയിടാനും. പ്രാകുക എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചിന്തിച്ചു നോക്കി. ആ ബാല്യക്കാരത്തിൻ്റെ മുമ്പിൽ പത്രോസ് പരാജയപ്പെട്ടു, വീണു. പക്ഷേ ഈ വീഴ്ചയെക്കുറിച്ച് കർത്താവ് മുൻകൂട്ടി പറഞ്ഞിരുന്നു അവരോട്. നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് സാത്താനോട് അനുവാദം ചോദിച്ചു. നിങ്ങളുടെ വിശ്വാസം പൊയ്പോകാതിരിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വീഴരുതെന്നല്ല പ്രാർത്ഥിച്ച്, പിന്നെ എന്തിനാ പ്രാർത്ഥിച്ച്? വീണ് കഴിഞ്ഞാലും വിശ്വാസം പോകരുത്. അങ്ങനെ അപ്പോസ്തലൻ വീണു, ഇല്ലേ? ബാക്കി ആരും അങ്ങനെ പരസ്യമായിട്ട് കർത്താവിനെ തള്ളി പറഞ്ഞില്ല. ബാക്കി 11 അപ്പോസ്തലന്മാർ അവശേഷിച്ചതിൽ 10 പേരും അങ്ങനെ ചെയ്തില്ല. അപ്പോസ്തലൻ പത്രോസ് മാത്രമേ തള്ളി പറഞ്ഞുള്ളൂ. അങ്ങനെ തള്ളി പറഞ്ഞതിന് ശേഷം, അല്ലേ, അങ്ങനെ
ഇങ്ങനെ ഇരിക്കുകയാണ്, കർത്താവിൻ്റെ വിചാരണയൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കോഴി കൂകുന്നത്. 2-ാം വട്ടം കൂകി. അന്നേരം കർത്താവ് എന്താ ചെയ്തേ? തിരിഞ്ഞ് പത്രോസിനെ നോക്കി. പത്രോസ് അത് കണ്ടു. ഉടനെ പത്രോസ് എന്ത് ചെയ്തു? നമ്മളിങ്ങനെ വായിക്കും, അതിദുഃഖത്തോടെ പുറത്തിറങ്ങി പൊട്ടി കരഞ്ഞു എന്ന് പറഞ്ഞാൽ താൻ ശരിക്കും വീണുപോയി, പരാജയപ്പെട്ടു. പക്ഷെ തൻ്റെ വിശ്വാസം പോയില്ല. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് കാണിക്കാനാണ് നമ്മളെ പരീക്ഷകൾ അനുവദിക്കുന്നത്. നമ്മൾ പ്രകോപിക്കപ്പെടുന്നു ഇല്ലേ? പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ നേരിടുന്നൊരു വിഷയമാണ് പ്രകോപനം. നമുക്കുണ്ടാകുന്നു പ്രലോഭനങ്ങൾ അല്ലേ? കോപിക്കാൻ, കൈപ്പോടിരിക്കാൻ, വെറുക്കാൻ, പകയ്ക്കാൻ, കുറ്റം പറയാൻ, ആകാത്ത വാക്കുകളൊക്കെ പറയാനുള്ള പ്രലോഭനങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മൾ വീണുപോയെന്ന് വിചാരിക്കുക. 2 കാര്യം അതിനകത്തുള്ളത്. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മറ്റൊന്നെന്താ? പരീക്ഷയിൽ അകപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ എന്താ? വീണു പോവുക. പരീക്ഷയിൽ വീണു, ആകാത്ത വാക്കൊക്കെ പറഞ്ഞു, ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി ഇല്ലേ? ചിലരെന്തെങ്കിലുമൊക്കെ എടുത്ത് എറിയുകയൊക്കെ ചെയ്യും. ഇവിടെ ഇരിക്കുന്നവരാരും ഇങ്ങനെ ചെയ്യുന്നവരല്ലെന്ന എൻ്റെ പ്രതീക്ഷ. ചില സഹോദരന്മാരെ വല്ല അടുക്കളയിലെ പാത്രമൊക്കെ എടുത്ത് എറിയാറുണ്ട്. സഹോദരൻ ചിലപ്പം കാപ്പി കൊണ്ടുവന്ന ഗ്ലാസ്സോ അല്ലേ, ചോറ് കൊണ്ടുവന്ന പ്ലേറ്റൊക്കെ എടുത്ത് എറിയാറുണ്ട്. നമ്മളിപ്പോഴും അങ്ങനെ തന്നെയാണോ നിൽക്കുന്നതെന്ന് നമ്മൾ തന്നെ ശോധന ചെയ്യണം. അങ്ങനെ പരാജയപ്പെട്ടതിന് ശേഷം കർത്താവ് നമ്മളെ തിരിഞ്ഞു നോക്കാറുണ്ട്. കുറ്റപ്പെടുത്തുന്നൊരു നോട്ടമല്ല കർത്താവ് നോക്കുന്നത്. പിന്നെന്താ? പത്രോസിനെ നോക്കിയ നോട്ടം നമുക്കിവിടെ ഇങ്ങനെ പറയാം, എ ലുക്ക് ഓഫ് കമ്പാഷൻ, കരുണയോടെ. നമ്മളിന്ന് ദയയെക്കുറിച്ചും കരുണയെക്കുറിച്ചൊക്കെയാണ് അല്ലേ? നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മളോട് പകരം ചെയ്യില്ല. കർത്താവ് നമ്മളെ കരുണയോടെയാണ് നോക്കുന്നത്. നാം പൊടിയെന്നവൻ ഓർക്കുന്നു. അതിനോടുള്ള നമ്മുടെ പ്രതികരണം എന്താണെന്നുള്ളത്. അങ്ങനെ നമ്മൾ പരാജയപ്പെട്ടതിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പം നമ്മളെന്താ ചെയ്യാറുള്ളത്? സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് എന്താണെന്നറിയാം? നമ്മുടെ വീഴ്ചയെ ന്യായീകരിക്കും. പക്ഷെ കർത്താവ് നമ്മളിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ വീഴ്ചയെ അംഗീകരിക്കണമെന്നുള്ളതാണ്. നമ്മളെ തന്നെ താഴ്ത്തണം. ഞാൻ വീണുപോയി, ഞാൻ പരാജയപ്പെട്ടു. നമ്മുടെ സാക് ബ്രദർ ഇങ്ങനെ പറയാറുണ്ട്, ക്ഷമ ചോദിക്കുമ്പം 3 കാര്യങ്ങളാണ് പറയേണ്ടത്. ഒന്ന്, ഞാൻ പാപം ചെയ്തു, എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം. അതിന് വരെ നമ്മളെന്താ പറയുന്നത്? നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്, ഇങ്ങനെ ചെയ്തുകൊണ്ടാണ്, ഇങ്ങനെ ഒത്തിരി ന്യായീകരണമാണ് പറയുന്നത്. അത് നമ്മൾ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ്. യഥാർത്ഥ മാനസാന്തരത്തിലുള്ളത് എന്താ? ഞാൻ പാപം ചെയ്തു, എനിക്ക് തെറ്റുപറ്റി, എന്നോട്. അത് കവിഞ്ഞുള്ള ന്യായീകരണമുള്ള വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ദൈവം അതാ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. യിരെമ്യാ പ്രവചനത്തിൽ അതിനോടുള്ള ബന്ധത്തിൽ 3-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യം നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. യിരെമ്യാ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അതെ, അവിടെ നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക. ദൈവം നമ്മളിത് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമായത്. നമ്മുടെ അകൃത്യത്തെ ന്യായീകരിക്കരുത്, വെള്ളപൂശാൻ ശ്രമിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? അംഗീകരിക്കണം, സമ്മതിക്കണം. എങ്ങനെയാ സമ്മതിക്കുന്നത്? ദൈവമേ, ഞാൻ പാപം ചെയ്തു, തെറ്റെൻ്റെ ഭാഗത്താണ്, എന്നോട് ക്ഷമിക്കണം. അത് ദൈവത്തോട് മാത്രമല്ല, ദൈവത്തോട് പറയാൻ എളുപ്പമാണ് നമുക്ക് അല്ലേ? പക്ഷേ ഒരു മനുഷ്യനോട് പറയുന്ന കാര്യം ചിന്തിച്ച് നോക്കിയേ ഇല്ലേ? ഭാര്യയോട് അല്ലെ ഭർത്താവിനോട്, മാതാപിതാക്കളോട്, മക്കളോട്, സഹോദരങ്ങളോടൊക്കെ അങ്ങനെ ക്ഷമ ചോദിക്കാനായിട്ട് പോകാൻ നേരത്ത് നമ്മൾ ആകപ്പാടെ അസ്വസ്ഥത. നമുക്കതിനുള്ളൊരു താഴ്മയില്ല. നമ്മൾ മത്സരികളായതുകൊണ്ട് തന്നെ നമുക്ക് താഴ്ത്താൻ കഴിയത്തില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ? പ്രായോഗികമായിട്ട് നമ്മളെ തന്നെ ഇല്ലേ? പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് 5:5, 1 പത്രോസ് 5:5 ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്താനാണ് പറയുന്നത്. എങ്ങനെയാ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നത്? എങ്ങനെയാ താഴ്ത്തുന്നത്? നമ്മുടെ അകൃത്യം പച്ചയായിട്ട് സമ്മതിക്കുക. ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണം. അന്നേരം എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു മരണം സംഭവിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞല്ലോ, ഗോതമ്പൊടി നിലത്ത് വീണ് ചാകുന്നെങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. ഇപ്പം നമ്മളെ തന്നെ ഈ പരീക്ഷകളുടെ സ്ഥാനത്ത്, വീഴ്ചകളുടെ സ്ഥാനത്ത് നമ്മളെ തന്നെ താഴ്ത്തുമ്പം, നമ്മൾ പാപം അംഗീകരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു തകർച്ചയുണ്ടാവും.
ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നൊരു അനുഭവമാണ്. നമ്മുടെ സ്വയം ഉടയപ്പെടുക ചെയ്ത്. കർത്താവിനെ അനുഗമിക്കുന്ന വ്യവസ്ഥകൾ പറയുന്നിടത്ത് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് അവസാനമായി: സ്വന്തം ജീവനെയും കൂടെ വഹിക്കാത്തവൻ, സ്വന്തം ഇഷ്ടത്തെ, സ്വന്തം വില്ലിനെ വഹിക്കാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ആ വില്ലിൽ എങ്ങനെ തകർച്ച വരുന്നത്? ആ സ്വന്തം ഇഷ്ടം തകർക്കുന്നത് എങ്ങനെ? നമ്മളെ തന്നെ താഴ്ത്തുന്ന വഴിയാണ്. പരീക്ഷകളുടെ മുമ്പിൽ, വീഴ്ചകളുടെ മുമ്പിൽ ന്യായീകരിക്കാതെ നമ്മളെ തന്നെ താഴ്ത്തുന്നിടത്താണ്. നമ്മൾ പോയി വാ തുറന്നൊരു ക്ഷമ ചോദിക്കുന്നിടത്ത്, ക്ഷമ ചോദിക്കുക എന്നുള്ളത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം എന്താ? ആദാമ്യ സന്തതി ഒരിക്കലും എന്ത് ചെയ്യല? ക്ഷമ ചോദിക്കത്തില്ല. ക്ഷമ ചോദിക്കാനായിട്ട് തന്നെത്താൻ താഴ്ത്താൻ അവന് കഴിയത്തില്ല. പക്ഷേ കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന അവൻ തന്നെത്താൻ താഴ്ത്തി. സൗരസന്മാരെ, നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മളെ വിളിച്ച് എന്തിനാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആന്തരിക ദർശനമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ തങ്ങളെ തന്നെ താഴ്ത്താനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാത്തവർക്കോ താഴ്ത്താൻ കഴിയത്തില്ല. അങ്ങനെ താഴ്ത്താതിരുന്നാൽ എന്ത് സംഭവിക്കും? തനിയേ ഇരിക്കും. തനിയേ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ ആയിരുന്നു നമ്മുടെ സ്വഭാവം, രക്ഷിക്കപ്പെടുന്നതിന് ശേഷം സ്വഭാവം അങ്ങനെ തന്നെ ആയിരിക്കും. എന്തുകൊണ്ട് നമ്മൾ മാറാത്തെന്നുള്ളതിൻ്റെ കാരണം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇരുന്ന പോലെ തന്നെ എപ്പോഴും ഇരിക്കുന്നത്. നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അല്ലേ? നമ്മൾ ഇങ്ങനെ ഒന്നിച്ചു കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടൊക്കെ ഒന്നിച്ചു കൂടുമ്പം നമ്മുടെ പ്രത്യേകിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോഴൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ ഭയങ്കര ഉന്നതമായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പക്ഷേ പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിലോ കർത്താവിൻ്റെ എന്തെങ്കിലും ഒരു ടേസ്റ്റ് നമ്മളിലുണ്ടോ? കർത്താവിൻ്റെ രുചി, ആദാമിൻ്റെ ടേസ്റ്റാണ് ഇന്നും നമ്മളിലുള്ള രുചിയാണ് ഉള്ളത്. ഇപ്പം കർത്താവിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? താഴ്മയുടെ, സൗമ്യതയുടെ, അനുസരണത്തിൻ്റെ, പൊറുക്കുന്ന, ക്ഷമിക്കുന്ന, കരുണ കാണിക്കുന്ന ഒരു ടേസ്റ്റാണ് കർത്താവിലുള്ളത്. നമ്മുടെ ഉള്ളിലുള്ള രുചിക്ക് മാറ്റം വന്നിട്ടുണ്ടോ? കർത്താവ് പരീക്ഷകളിലൂടെ കടന്നു പോകാൻ നമ്മളെ അനുവദിക്കുന്ന ഉദ്ദേശം നമ്മൾ കൊള്ളാവുന്നവരായി തെളിയാനായിട്ടാണ്. അപ്പം പാപത്തോടുള്ള ബന്ധത്തിൽ വീണ്ടും ജനിച്ച ഒരാൾ വീണ്ടും ജനിച്ചില്ലയോ എന്നുള്ളതിൻ്റെ തെളിവെന്താ? നമ്മൾ യോഹന്നാൻ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊന്നും പാപം ചെയ്യുന്നില്ല. നമുക്ക് പാപബോധമുണ്ടോ? പാപം ചെയ്യുന്നുണ്ടോ ഉള്ളത് പോട്ടെ, ചെയ്തതിന് ശേഷം ഞാൻ പാപം ചെയ്തെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടോ? ക്രിസ്തു തലകുലുക്കുന്നുണ്ട്. അതല്ലേ നല്ല ലക്ഷണമാണ്. അത് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അത്. തീർച്ചയായിട്ടും അല്ലേ? നമ്മൾ സക്രിയ പ്രവൃത്തി വായിക്കുന്നുണ്ട്. ആലയത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ പറയുമ്പം സെരുബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ടിട്ട് ഞാൻ സന്തോഷിക്കുന്നതായിരുന്നു. പണിയൊന്നും നടന്നിട്ടില്ല, പണിയാനുള്ള ഉദ്ദേശത്തിൽ തൂക്കുകട്ടയായിട്ട് പോകുമ്പം ആ തൂക്കുകട്ട കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മനസ്സുണ്ടാകുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിന് സന്തോഷം കൊടുക്കുന്നൊരു കാര്യമാണ്. ഇപ്പം പാപമൊന്ന് നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പാപബോധം ലഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകളിൽ പാപം ചെയ്യുമ്പം, സംസാരത്തിൽ, പ്രവൃത്തിയിലൊക്കെ പാപം ചെയ്യുമ്പം, കൊടുക്കൽ വാങ്ങുകളിൽ ഇല്ലേ, നമ്മുടെ നേച്ചർ എങ്ങനെ, നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് ആദാമ്യമായൊരു സ്വഭാവമാണ് നമ്മളിലുള്ളത്. എന്നാൽ കർത്താവിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമാണ് അത്. പ്രായോഗിക പരീക്ഷകളോടുള്ള ബന്ധം നമ്മൾ ചിന്തിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലൊരു പാപബോധം നൽകുന്നുണ്ട്. അത് ആരംഭിക്കും നമ്മുടെ ചിന്താമണ്ഡലത്തിലാണ്. ആ പാപബോധത്തോടെ നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, നമ്മൾ ആത്മീയമായിട്ട് ശക്തിപ്പെടുമ്പോഴൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം, വീണ്ടും ജനിച്ചതിന് ശേഷം നമ്മുടെ ഉള്ളിലൊരു പോരാട്ടം തുടങ്ങുന്നുണ്ട്. ആരൊക്കെ തമ്മിലാണ് പോരാടുന്നത്? റോമർ 8-ാം അധ്യായത്തിൻ്റെ 5, 6, 7 വാക്കുകൾ പറയാം. ആത്മാഭിലാഷം ജഡത്തിനും, ജഡാഭിലാഷം ആത്മാവിനും. അല്ലേ? ഗലാത്യ ലേഖനം 5 നമ്മൾ വായിക്കുന്നുണ്ട്. ആ വാക്യം നോക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ഗലാത്യർ 5:17 നമ്മളിങ്ങനെ: ജഡാഭിലാഷം ആത്മാവിനും, ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അങ്ങനെ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഉള്ളിലൊരു പോരാട്ടം തുടങ്ങുന്നു. മറ്റേത് അങ്ങനെ പോരാട്ടമില്ല. നമ്മളെങ്ങനെയാ പോകുന്നത്? ജഡത്തെ അനുസരിച്ച് അങ്ങ് ഫ്രീ ആയിട്ട് ഒഴുകി പോയിക്കൊണ്ടിരുന്നിടത്ത് വീണ്ടും ജനിക്കുന്നതോടുകൂടി നമ്മുടെ ഉള്ളിലൊരു പോരാട്ടം തുടങ്ങുന്നു. കുടുംബജീവിതത്തിലൊക്കെ വരുന്ന മാറ്റത്തിൻ്റെ, അങ്ങനെ വീണ്ടും ജനിച്ച ഒരാളിൽ വരുന്ന മാറ്റം എന്താ? ഒരു ഭാര്യയിൽ വരുന്ന മാറ്റം എന്താ? ഭർത്താവിന് കീഴടങ്ങുകയില്ലായിരുന്നു. പക്ഷെ വീണ്ടും ജനിച്ചു കഴിയുമ്പം
കീഴടങ്ങാതിന് ശേഷം ഒരു ബോധ്യം വരുന്നത്, അയ്യോ ഞാൻ പാപം ചെയ്തു. ഭർത്താവിൻ്റെ അടുക്ക പോയിട്ട് എന്നാ പറയും? എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ കീഴടങ്ങിയിരിക്കേണ്ടിയായിരുന്നു, അങ്ങനെ ചെയ്തില്ല, എന്നോട് ക്ഷമിക്കണം. ഭർത്താവ് അങ്ങനെ തന്നെയാണ്. വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് സ്നേഹിക്കുകയില്ല, കൈപ്പോടിരിക്കുകയൊക്കെ ചെയ്യും. വീണ്ടും ജനിക്കുന്നതോടുകൂടി ആത്മാഭിലാഷം നമ്മുടെ ഉള്ളിൽ ആരംഭിക്കുമ്പം കൈപ്പോടിരുന്നതിന് ശേഷം, സ്നേഹിക്കാതിരുന്നതിന് ശേഷം എന്താ ചെയ്യുന്നത്? പോയി ക്ഷമ ചോദിക്കും, എന്നോട് ക്ഷമിക്കണം, കൈപ്പോടിരുന്ന് എന്നോട് ക്ഷമിക്കണം. അങ്ങനെ പ്രായോഗിക തലം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ വീണ്ടും ജനനത്തെ നമ്മൾ സംശയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളിൽ പാപത്തിന് ഇട കൊടുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ നാം നമ്മളെ തന്നെ ശോധന ചെയ്യും. നമ്മുടെ ചിന്തകളിൽ നിന്ന് പാപത്തിന് ഇടയുണ്ടോ? നമ്മൾ ആത്മാവിൻ്റെ ഇച്ഛയ്ക്കാണോ നമ്മുടെ ചിന്തകളെ വിട്ടുകൊടുക്കുന്നത്? ജഡത്തിൻ്റെ ഇച്ഛകൾക്കാണോ നമ്മുടെ ചിന്തകളെ വിട്ടുകൊടുക്കുന്നത്? ഇപ്പം കൊലോസ്യ ലേഖനത്തിൽ, എഫേസ്യ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്, ആത്മാവ് നിറഞ്ഞവരായി, ഇല്ലേ? ആത്മാവ് നിറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞേ? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും എന്ന് പറഞ്ഞാൽ ആത്മാവ് നിറഞ്ഞ ഒരാളുടെ പ്രത്യേകതയാണ്. ഉള്ളിലെപ്പോഴും എന്താ ഉള്ളത്? സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയൊക്കെയാണ് ഉള്ളത്. അല്ലാത്തൊരാളുടെ ഉള്ളിലോ ദുർമോഹങ്ങളും കയ്പും വെറുപ്പും പകയും വിദ്വേഷമൊക്കെ ആയിരിക്കും. ചിന്തകൾ എപ്പോഴും അങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആത്മാവ് നിറയാന്ന് പറയുമ്പം എങ്ങനെ ആത്മാവിൽ നിറയുന്നേ? നമ്മളെല്ലാം വീണ്ടും ജനിക്കുമ്പം ദൈവാത്മാവിനാലാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്, അല്ലേ? എല്ലാവരും അതെ. അതിനുശേഷം ഇങ്ങനെ ആത്മാവിനാൽ നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പെന്തക്കോസ്തുകാരുടെ ഇടയിലാണെങ്കിൽ ആത്മാവിൽ നിറയാന്ന് പറഞ്ഞാൽ വന്നിരുന്ന് പാട്ടൊക്കെ പാടി ഡ്രമ്മൊക്കെ അടിച്ച് ഇങ്ങനെ കൂടി 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 വന്നൊരു വൈകാരിക തലത്തിലെത്തിയിട്ട് അന്യഭാഷ പറയുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്യുന്നതെന്നാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ ദൈവജനത്തിൻ്റെ പഠിപ്പിൽ എങ്ങനെ ആത്മാവിനാൽ നിറയുക? പറയാം. നമ്മുടെ ജീവിതത്തിൻ്റെ ആന്തരിക തലങ്ങളെ ദൈവാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന തലത്തിലാണ് നമ്മൾ ആത്മാവിനാൽ നിറയപ്പെടാനായിട്ട് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ വീണ്ടും ജനിക്കുമ്പം ആത്മാവിൽ വീണ്ടും ജനിച്ചു. അതിനുശേഷം നമ്മൾ ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ദേഹിയുടെ തലത്തിലും രൂപാന്തരം വരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവിടെയൊക്കെ നമ്മളെ നടത്താനായിട്ട് തുടങ്ങുന്നു. മറ്റേ ജഡമാണ് നടത്തിയിരുന്നത്. പക്ഷെ വീണ്ടും ജനിച്ചൊരു വ്യക്തിയുടെ ഉള്ളിൽ സംഭവിക്കുന്നൊരു കാര്യം, ഈ ബുദ്ധിയെ അല്ലെ മനസ്സിനെ ദൈവാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. ബലം പ്രയോഗിച്ച് ഏറ്റെടുക്കത്തില്ല, നാം ഏൽപ്പിച്ചു കൊടുക്കുന്ന അളവിൽ. നമ്മുടെ വികാരങ്ങളെ ദൈവാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ ഇച്ഛകളെ ദൈവാത്മാവ് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? തകർക്കുന്നു. നമ്മുടെ വില്ലിനെ തകർക്കുന്നു. അങ്ങനെ സാവകാശം നമ്മുടെ ദേഹിയുടെ തലത്തിൽ ദൈവാത്മാവിൻ്റെ ഒരു നിറവ് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുന്നു. അന്നേരം നമ്മുടെ ഉള്ളിൽ സന്തോഷമൊക്കെ വരാൻ തുടങ്ങുന്നത്. ഫിലിപ്പിയർ 4:4 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നമ്മുടെ പാഠപുസ്തകത്തിൽ പാട്ടുമുണ്ട് ഇംഗ്ലീഷിൽ, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്, അല്ലേ? അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമാണ് ഫിലിപ്പിയർ 4:4, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ ഞാൻ വീണ്ടും പറയുന്നു. എപ്പോഴാണ് സന്തോഷിക്കാൻ കഴിയുന്നത്? കർത്താവിൻ്റെ ആധിപത്യം നമ്മുടെ ആത്മാവിൽ നിന്ന് ദേഹിയിലേക്കും കടന്നു വരാൻ തുടങ്ങുമ്പോഴാണ്. കർത്താവ് നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ സന്തോഷം വരുന്നത്. ഇതിൻ്റെ കാരണം എന്താ? ഇതെല്ലാം എവിടെ കുടികൊള്ളുന്നേ? കർത്താവിലാണ് ഉള്ളത്. സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാം കർത്താവിലാണ് ഉള്ളത്. ഇവിടെ അതുകൊണ്ട് അപ്പോസ്തലൻ കർത്താവിൽ സന്തോഷിപ്പീൻ. സഹോദരന്മാരെ, നമ്മളെക്കുറിച്ചുള്ള ദൈവവിളി ഇതാണ്. നമ്മൾ പടിപടിയായിട്ട് ദൈവാത്മാവ് നമുക്ക് ബോധ്യം തരുന്ന തലങ്ങളിൽ ദൈവാത്മാവിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം, നമ്മുടെ ചിന്തകളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം, നമ്മുടെ വികാരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം, പലപ്പോഴും നമ്മുടെ വികാരങ്ങളുടെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. ശരിയല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ചില മീറ്റിങ്ങിൽ വരുമ്പോൾ നമുക്ക് സ്തോത്രം പറയാനോ പാടാനോ ഒന്നും തോന്നാത്തതിൻ്റെ കാരണം എന്താ? നമ്മൾ വികാരത്തിനനുസരിച്ചാണ് നടക്കുന്നത്. നമ്മുടെ വികാരം വഞ്ചിക്കുന്ന ഒന്നാണ്. നമ്മളൊരിക്കലും വികാരത്തിൻ്റെ പിന്നാലെയല്ല പോകേണ്ടത്. പിന്നെ ഇതിൻ്റെ പിന്നാലെയാണ്? ആത്മാവിൻ്റെ പിന്നാലെയാണ് പോകേണ്ടത്. ആത്മാവിൽ എപ്പോഴേലും ഇങ്ങനത്തെ ഒരു ശൂന്യതയുണ്ടോ? ചിന്തിച്ച് ആത്മാവ് എപ്പോഴും സന്തോഷം കൊണ്ട് നിറഞ്ഞ ഒരവസ്ഥയിലായിരിക്കുന്നത്, സമാധാനം കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലായിരിക്കുന്നത്, സ്നേഹം കൊണ്ട് നിറഞ്ഞ, ദയ കൊണ്ട് കരുണ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. പക്ഷേ നമ്മൾ വികാരത്തിൻ്റെ പിന്നാലെ പോകുമ്പം സാധാരണ അങ്ങനെ നമ്മളെ പലപ്പോഴും വീഴിക്കുന്നത്. ഒരു സന്തോഷമൊന്നും തോന്നുന്നില്ല, സന്തോഷം തോന്നുന്നില്ല എന്നുള്ളൊരു ചിന്ത, അത് നമ്മുടെ വികാരത്തിൻ്റെ തലത്തിൽ നമുക്കൊരു ശുദ്ധീകരണം വരാത്തത് കൊണ്ടാണ്. ശരിക്കും എങ്ങനെയാ ഒരു ക്രിസ്ത്യാനി നടക്കേണ്ടത്? എങ്ങനെയാ? എൻ്റെ വില്ലിലാണ്, ഇച്ഛയിലാണ് നടക്കേണ്ടത്, വികാരത്തിലല്ല. വികാരത്തിൻ്റെ പിന്നാലെ പോയാൽ നമ്മൾ വീണ്ടും വീണ്ടും വീണ്ടും
വീണുകൊണ്ടേയിരിക്കും. നമുക്ക് തോന്നിയാലും തോന്നിയില്ലേ, ചില സമയത്ത് ദൈവകൽപ്പനയ്ക്ക് അനുസരിക്കാൻ നമുക്ക് സന്തോഷം തോന്നും. ചില സമയത്തോ ചിന്തിക്കാൻ പോലും നമ്മുടെ തോന്നലുകളുടെ പിന്നാലെ അല്ലെങ്കിൽ വികാരങ്ങളുടെ പിന്നാലെ പോകുന്നൊരു ക്രിസ്ത്യാനി ആയിരിക്കാനായിട്ടല്ല നമ്മളെ വിളിച്ചത്. നേരെ മറിച്ച് നമ്മൾ യാഥാർത്ഥ്യങ്ങളുടെ പിന്നാലെയാണ് പോകേണ്ടത്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പിന്നാലെയാണ്. അപ്പം ദൈവത്തിന് എപ്പോഴും സന്തോഷിക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എപ്പോഴും സന്തോഷിക്കാൻ തന്നെയാണ്, അല്ലേ? 1 തെസ്സലോനി 5-ാം അധ്യായത്തിൻ്റെ 15 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ വായിക്കുന്നു, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, അല്ലേ? എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവീൻ എപ്പോഴും, അല്ലേ? ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കങ്ങനെ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? പ്രേ വിത്തൗട്ട് സീസിങ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പില്ലാണ്ട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആത്മാവിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. ആത്മാവ് എപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവമായുള്ളൊരു സംസർഗത്തിലാണ്. നമ്മൾ എഫെസ്യരിൽ വായിക്കുന്നുണ്ട്, ദൈവപ്രകാരം ആത്മാവ് എപ്പോഴും ദൈവത്തോടെ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് വേണ്ടിയിട്ട്. എന്താ പക്ഷപാതം ചെയ്യുന്നത്? ഇവന് വികാരങ്ങളെ ആശ്രയിക്കുന്ന തലത്തിൽ നിന്ന്, ജഡത്തെ അനുസരിക്കുന്ന തലത്തിൽ നിന്നൊക്കെ ഇവനെ ഒന്ന് രക്ഷിക്കണമേ ദൈവമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എല്ലാ സമയത്തും. അപ്പം നമ്മുടെ മനസ്സ് ആത്മാവിൽ വെക്കുമ്പം നമ്മളും അതേ ഒരു തലത്തിലേക്ക് വരിക ചെയ്യുന്നത്. എപ്പോഴും ഒരു പ്രാർത്ഥന ആത്മാവിൽ നമ്മൾ ജീവിക്കുക. എപ്പോഴും സന്തോഷിപ്പീൻ. നമ്മുടെ സന്തോഷം എങ്ങനെ ആയിരിക്കുന്നത്? സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുമ്പോൾ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേലിനെ പോലെയാണ്. ഫറവോൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് ഫറവോനെ സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കൊന്ന് ഒരു മരുഭൂമി പ്രവേശിച്ച് കഴിഞ്ഞ ഉടനെ മിരിയാം തപ്പെടുത്തു. ഇസ്രായേൽ കന്യമാരെ ചുറ്റും നിന്നുകൊണ്ട് അവർ വലിയൊരു പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. പക്ഷെ അടുത്ത വാക്യം നമ്മൾ എന്താ കാണുന്നത്? അവർക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു, അവരെല്ലാം കൂടെ പിറുപിറുത്തു. ഇച്ചിരി മുമ്പ് നൃത്തം ചെയ്ത് പാട്ടൊക്കെ പാടി ദൈവത്തെ സ്തുതിച്ചവരെ ഇപ്പൊ സന്തോഷമൊക്കെ പോയി ആകെപ്പാടെ അസ്വസ്ഥരായി പിറുപിറുത്തോണ്ട് നടക്കുന്നു. എന്താ അതിൻ്റെ കാരണം? അവർക്ക് ഇങ്ങനത്തെ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള വാക്തത്വം അവർക്ക് കിട്ടിയിരുന്നില്ല. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന വാക്തത്വം എന്ന് പറയുന്നത് എന്താ? എപ്പോഴും സന്തോഷിക്കാൻ കഴിയും, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യാൻ കഴിയും, ഇടപെടാതെ പ്രാർത്ഥിക്കാൻ കഴിയും, പാപത്തെ ജയിക്കാമെന്നുള്ള പ്രത്യാശയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ആ ഒരു സത്യം നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ടോ? ഓരോ പരീക്ഷകളെ നേരിടുന്നിടത്ത് നമ്മളതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നത്? ദാവീദിന് ഗോലിയാത്തിനെ കണ്ടപ്പോൾ എന്താ തോന്നിയേ? അല്ലേ, നമുക്കറിയാം ആ യുദ്ധത്തിൻ്റെ മുന്നണിയിൽ ഗോലിയാത്തിനെ കണ്ട ശൗലും ഇസ്രായേലിൻ്റെ സൈനികർക്ക് എന്താ ചെയ്തേ? അവർ ഓടി കൂടാരത്തിൽ കയറി ഒളിക്കുക ചെയ്ത്. അതേ ശൗലിനെയാണ്, അല്ല ഗോലിയാത്തിനെയാണ് ആര് കാണുന്നത്? ദാവീദിന് എന്താ തോന്നിയേ? ദാവീദിന് ചോദ്യം ഇതായിരുന്നു, ഇവനെ കൊന്നാൽ എന്ത് കിട്ടും? ഇല്ലേ, ചിന്തിച്ചു നോക്കി. സെയിം ഗോലിയാത്തിനെ കണ്ട രണ്ട് പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അവസാനം നമുക്കറിയാം ദാവീദ് എന്ത് ചെയ്തു? ആ ഗോലിയാത്തിനെ വീഴ്ച്ചു. ഇപ്പം നമ്മുടെ ക്രിസ്തീയത്തോടുള്ള ബന്ധം നമ്മൾ ആത്മാവിൻ്റെ തലത്തിലേക്ക് വരുന്നിടത്ത്, പരീക്ഷകളെ കാണുന്നിടത്ത് നമുക്ക് തോന്നുന്ന അങ്ങനത്തെ ഒരു, അല്ലേ, ശത്രുവിനെ കാണുമ്പം ഈ യുദ്ധത്തിന് ചമയിച്ച് കുതിരയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കും ശത്രുവിനെ കാണുമ്പം. ഈ യുദ്ധത്തിൻ്റെ കാഹളമൊക്കെ കേൾക്കുമ്പോഴത്തേനും കുതിര കുതിക്കുക മുന്നോട്ട്. നമ്മളെങ്ങനെയാണ് നമ്മൾ ആന്തരിക തലത്തിൽ പരീക്ഷകളെ നേരിടുന്നിടത്ത് നമ്മളെങ്ങനെ ആയിരിക്കുന്നത്? ഇങ്ങനെ നമ്മുടെ ഉള്ളിലൊരു കുതിപ്പുണ്ടോ, അതോ പുറകോട്ട് ഓടി ഒളിച്ചിരിക്കാനുള്ള ഒരു മനസ്സാണോ നമുക്കുള്ളത്? ഇന്ന് പകൽക്കാലം നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം, എന്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? കർത്താവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ ജയിപ്പാനായിട്ട് പുറപ്പെട്ടെന്നാണ് വിളിച്ചിരിക്കുന്നത്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ജയിക്കുന്നവന്. നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനെയൊക്കെ ജയിക്കാനായിട്ടാണ്? ലോകം, ജഡം, പിശാച്, അല്ലെങ്കിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതിനൊക്കെ ജയിക്കാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ ജയിക്കുന്നവരായിട്ടായിരിക്കും. ജയിച്ചില്ലെങ്കിൽ പോട്ടെ, ജയിക്കാനുള്ളൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടോ? വിശ്വാസമുണ്ടോ? നമ്മൾ വീണ് കിടക്കുന്നവരാണെങ്കിലും ഈ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടോ? അതോ നമ്മൾ നിരാശരാണോ? പോരാട്ടമൊക്കെ നിർത്തി വിട്ട് കളഞ്ഞിട്ട് നമ്മൾ ഒഴുക്കിന് ഒത്തോണ്ട് ഒഴുകി പോകുന്നവരാണ്. എബ്രായലേഖനം നമ്മളിങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക ആവശ്യം. നമുക്കറിയാം ദൈവവചനത്തിലാണ് നമ്മുടെ പ്രത്യാശ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ദൈവിക വാഗ്ദത്തങ്ങളിലാണ്
നമുക്കതിന് കഴിയുന്നുണ്ടോ? നമ്മളെ നേരിടുന്ന പരീക്ഷകളുടെ മുമ്പിൽ, പാപത്തിൻ്റെ മുമ്പിൽ ഈ ഒരു പ്രത്യാശയും വിശ്വാസവും നമ്മുടെ ഉള്ളിലുണ്ടോ? അതോ നമ്മൾ ആ വിശ്വാസവും പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടവരായിട്ടാണോ ഇരിക്കുന്നത്? എപ്പോഴും സാത്താൻ ശ്രമിക്കുന്നൊരു കാര്യം ഇല്ലേ, ഒരു ശത്രുവിനെ കീഴടക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം ശത്രുവിൻ്റെ കയ്യിലുള്ള ആയുധവർഗം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഇല്ലേ. എതിരാളി നിരായുധനായി കഴിഞ്ഞാൽ പിന്നെ അവനെ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്. സാത്താൻ എപ്പോഴും അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്താ? എഫെസ്യർ 6 അതുകൊണ്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടുന്ന ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് എന്ത് കെട്ടാനാണ് പറഞ്ഞത്? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും, തുടർന്ന് പറഞ്ഞ ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ. അതുകൊണ്ടാണ് നമ്മൾ പരീക്ഷകളെ ജയിക്കേണ്ടത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? വചനം ഇങ്ങനെ പറയുന്നു അല്ലേ, വചനം കൊണ്ടാണ് നമ്മൾ സാത്താനോട് എതിർത്ത് നിൽക്കേണ്ടത്. സൗരസാരന്മാർ ഇതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നാണ് കാണേണ്ടത്, ഹൃദയത്തിൻ്റെ ദൃഷ്ടി കൊണ്ടാണ് കാണേണ്ടത്. നമ്മുടെ ബുദ്ധിയിൽ നമുക്കതറിയാം, പക്ഷെ അത് നമ്മളെ പരീക്ഷകളിൽ ജയിക്കാൻ അനുവദിക്കത്തില്ല. നമ്മുടെ പ്രായോഗിക തലത്തിൽ പരീക്ഷകളെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഈ ഒരു ദർശനം നമുക്ക് ആവശ്യമുണ്ട്. ഇന്ന് പകൽക്കാലം നമുക്ക് ആ ഒരു ദർശനത്തിന് വേണ്ടി കർത്താവിന് മുഖം അന്വേഷിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.